പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം വൈകിട്ട് 3 മണിക്ക് ഡൽഹിയിലെ മീഡിയ സെന്ററിലാണ് വാർത്താ സമ്മേളനം. അതേസമയം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണം പൂർണ്ണമായും തള്ളാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയെന്നും തെറ്റുകൾ വോട്ടെടുപ്പിന് മുൻപ് ചൂണ്ടിക്കാട്ടണമായിരുന്നുവെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. വോട്ടർ പട്ടിക സുതാര്യമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കെട്ടിവെക്കുന്നത് എന്തിനെന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. ധൻസുമോദ് വിശദാംശങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ധൻസുമോദ്, ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് എന്നത് ആകാംക്ഷ നിറഞ്ഞ, ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു ചോദ്യമാണ്. ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമാകാൻ പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണെങ്കിൽ ആരോപണം കഴിഞ്ഞ് 9 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയാൻ ഒരുങ്ങുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരിട്ടുള്ളൊരു മറുപടി ആയിരിക്കും, അതോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെ ഉയർന്നിരിക്കുന്ന ഇത്തരം വിമർശനങ്ങൾക്ക് പൊതുവെ ഒരു മറുപടി പറഞ്ഞു പോവുക എന്ന രീതിയായിരിക്കുമോ? എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്നലെ തന്നെ ഈ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം എല്ലാവരുടെയും ഒരു ഉയർന്ന ഒരു കാരണം ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിരിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷേ SIR നടപടിക്രമങ്ങൾ ആദ്യഘട്ടം പൂർത്തിയായത് മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ 30 വരെ എത്തും അതിന്റെ ഒരു അന്തിമമായ ഒരു വോട്ടർ പട്ടിക ബീഹാറിൽ പ്രഖ്യാപിക്കാനായി. അതുകൊണ്ട് അത് ബീഹാർ ആയിരിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തുന്നത്. രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളാണ്. ഇതെല്ലാം വളരെ കൃത്യമായ വസ്തുതകൾ സഹിതം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സത്യവാങ്മൂലത്തോടെ ഇക്കാര്യങ്ങളെല്ലാം നൽകണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഒരു അരമണിക്കൂർ മുമ്പ് ബീഹാറിൽ വോട്ടധികാർ യാത്ര തുടങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം BJPയോട് പറയുന്നില്ല? കാര്യം BJPയും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നമുക്ക് തന്നെ അറിയാം, നേരത്തെ ഈ മൈമുന 3 വോട്ടർമാർ തന്നെ ഇവിടെയുണ്ട്, വയനാടുണ്ട് എന്ന തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനം തന്നെയായിരുന്നു BJPയുടെ മുൻ മന്ത്രി കൂടിയായ അനുരാഗ് സിംഗ് താക്കൂർ നടത്തിയത്. മാത്രമല്ല പല പിഴവുകളും ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിയുടെ പൌരത്വവും അവരുടെ വോട്ടർ പട്ടിക ഇല്ല അവരുടെ പേരടക്കമുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ട് BJPയോട് ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അല്പനിമിഷം മുമ്പ് ബീഹാറിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അതിന്റെ നില തന്നെ ഒരു പരുങ്ങലിലാണ്. കാര്യം പറയാതെ തന്നെ പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും അതിനുള്ള ഒരു തെരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ തർക്കമുള്ളത്. കാര്യം നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നെങ്കിൽ, ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിഴവുകൾ പരിഹരിക്കാമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ അവർ കൂടി ഒരു സഹായിക്കേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി ഇക്കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് കൃത്യമായ മറുപടി അതിനുമുണ്ട്. എന്തിനാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ തലയിലേക്ക് ഇട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഏതായാലും ഈ തരത്തിലുള്ള രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ചോദ്യങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനോട് കൃത്യമായ ഒരു മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പലപ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർക്കൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം പോലും നൽകില്ലായിരുന്നു. പിന്നീട് ഈ പല പാർട്ടികൾ ഒരുമിച്ച്, അത് പലപ്പോഴും സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്ത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുമായി ഒരുമിച്ച് പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന എല്ലാവിധത്തിലുള്ള നിവേദനങ്ങളും എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇതിനെല്ലാം ഒരു കൃത്യമായ മറുപടി പറയാതെ ഇതെല്ലാം ഒറ്റ വരിയിൽ തന്നെ തള്ളിക്കളയുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാക്കാണ് പലപ്പോഴും സുപ്രീം കോടതി പോലും അംഗീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോലും SIRന്റെ വിഷയത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ യോഗേന്ദ്ര യാദവ് അദ്ദേഹം നടത്തിയ വാദത്തിനിടയിൽ ഒരു 2 പേരെ ഹാജരാക്കിയിരുന്നു. അത് SIR നടത്തിക്കഴിഞ്ഞപ്പോൾ മരിച്ചു എന്ന്
എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട പേര് വെട്ടിക്കളഞ്ഞ രണ്ടുപേരെയാണ് ജീവനുള്ള അവർക്ക് അവിടെ മരിച്ചവരെയാണ് എന്ന രേഖയുള്ളവരെയാണ് ഹാജരാക്കിയത്. ഒടുവിൽ മീഡിയ വൺ സംഘവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ പേര് വെട്ടപ്പെട്ട അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ വരെ ബീഹാറിൽ നിന്ന് വരേണ്ടി വരുന്നുവെന്ന്. ആ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പിഴവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ആകാംക്ഷയ്ക്ക് അറുതിയാകാൻ പോകുന്നു. വോട്ട് കൊള്ള ആരോപണങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് പറയാനുണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്പസമയത്തിനകം തന്നെ വരുന്നു. 3 മണിക്കാണ് വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം തുടങ്ങും.